ഉപഭോക്താക്കൾക്ക് വീണ്ടും ഇരുട്ടടിയായി മൊബൈൽ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യത. രാജ്യത്ത് ഈ വർഷം അവസാനത്തോടെ മൊബൈൽ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഭാരതി, എയർടെൽ, റിലയൻസ്, ജിയോ, വോഡാഫോൺ, ഐഡിയ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ ടെലികോം ഓപ്പറേറ്റർമാർ മൊബൈൽ താരിഫ് വർദ്ധിപ്പിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 10 മുതൽ 12% വരെ വർധനവ് ഉണ്ടാകാനാണ് സൂചന. എന്നാൽ ഇത്തവണ ഘട്ടം ഘട്ടമായുള്ള സമീപനമാകും കമ്പനികൾ സ്വീകരിക്കുക. എന്നാൽ കഴിഞ്ഞ വർഷം 11 മുതൽ 23% വരെ ഉയർത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ഈ വർധനവ്. ഈ നീക്കം മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടുതൽ ചെലവേറിയതാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മെയ് മാസത്തിലെ സജീവ വരിക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് പുതിയ നിരക്ക് വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ET ടെലികോം റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. അതേസമയം തന്നെ കുറഞ്ഞ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയർത്താൻ ആലോചനയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. 2025 മെയ് മാസത്തിൽ മാത്രം ഇന്ത്യൻ ടെലികോം മേഖലയിൽ 7.4 ദശലക്ഷം പുതിയ സജീവ വരിക്കാരുണ്ടായി. ഇതോടെ മൊത്തം സജീവ വരിക്കാരുടെ എണ്ണം 1.08 മില്യണായി. കഴിഞ്ഞ 29 മാസത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ വർധനവാണ് ഇത്. ഒറ്റയടിക്ക് വർധനവ് നടപ്പാക്കിയാൽ ഉപഭോക്താക്കൾ മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറാൻ കാരണമാകുമോ എന്ന ഭയം ടെലികോം കമ്പനികൾക്കുമുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തവണ ഘട്ടം ഘട്ടമായി നിരക്കുകൾ കൂട്ടുവാനുള്ള പ്രധാനപ്പെട്ട കാരണവും. ഇടത്തരം മുതൽ ഉയർന്ന വിലയുള്ള റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നവരെയാകും ഈ വർധനവ് പ്രധാനമായും ബാധിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം കുറഞ്ഞ വിലയുള്ള പ്ലാനുകളുടെ വില വർദ്ധിപ്പിച്ചാൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾ നെറ്റ്വർക്ക് മാറിയേക്കാമെന്ന ഭയവും ആശങ്കയും കമ്പനികൾക്കുണ്ട്.